പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അതിനിടയിൽ ചെറിയൊരു മുന്നേറ്റമുണ്ടായത് കാണാതെ പോകുന്നത് ശരിയല്ല. BJPയുടെ കാലാൾപ്പടയാണ് ഒരു താൽക്കാലിക മുന്നേറ്റമുണ്ടാക്കിയത്. കോൺഗ്രസിൻ്റെ കാലാൾപ്പട തളർന്ന തക്കം നോക്കി അവരൊന്ന് കുതിച്ചു നോക്കിയതാണ്. ഒരു വിദ്യാർത്ഥി അദ്ദേഹം മരണപ്പെടുകയുണ്ടായ ഒരു സാഹചര്യവും നമുക്കറിയാം. ആ മരണം അത് ആത്മഹത്യയാക്കി ഒതുക്കി കേസ് അട്ടിമറിക്കുവാനുള്ള മാനേജ്മെന്റുകളുടെ നീക്കത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ പിണറായി സർക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ യുവമോർച്ച ജിഷ്ണുവിന്റെ ഈ മരണം, ആ മരണത്തിന്റെ കേസ് അന്വേഷണത്തിനെ അട്ടിമറിക്കുന്നതിനെതിരെ ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിലോട്ട് എത്തിയിട്ടുള്ളത്. ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശിവൻകുട്ടി ചേട്ടാ അവർകളാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുവാനാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമം നടന്നിരിക്കുന്നത്. ഇവിടെ നടന്നിട്ടുള്ള ഈ മാർച്ച് വളരെ സമാധാനപരമായി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ആ മാർച്ചിനെ ജലപീരങ്കി കൊണ്ട് നേരിട്ട ഈ സർക്കാരിൻ്റെ ഈ ശ്രമം ഒരിക്കലും വിജയിക്കുവാൻ പോകുന്നില്ല. യുവമോർച്ച അതിശക്തമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള പിപ്പിടി കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തരുത്. ഇത്തരത്തിലുള്ള ആക്രോശങ്ങൾ നടത്തി CPM-കാരെ ഭയപ്പെടുത്തി ഇവിടെ RSS-കാർ BJP ഭരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സമാന്തര ഭരണം സ്ഥാപിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ BJP-യുടെ സമാന്തര ഭരണമൊന്നും ഈ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അനുവദിക്കാൻ പോകുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ. അതിനൊക്കെ നേരിടാൻ കഴിയുന്ന ജനപിന്തുണ ഞങ്ങൾക്കുണ്ട്. ആ ജനപിന്തുണ വെച്ച് ഒരു കേന്ദ്രവിരുദ്ധ സമരം തുടങ്ങാവുന്നതേയുള്ളൂ. കാരണം അത് അരിയായും റേഷനായും പലതായും മുന്നിലുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി തമിഴ്നാട്ടിലെ മക്കൾ നടത്തിയ ജല്ലിക്കെട്ട് സമരത്തെ പോലൊരു സമരം ഈ കേരളത്തിൽ വേണ്ടി വരും. അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കേണ്ടി വരും. തമിഴ് മക്കൾ നടത്തിയ ജല്ലിക്കെട്ട് സമരം പോലൊരു സമരം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവണം. എന്നുവെച്ചാൽ 1957 EMS സർക്കാരിന് പറ്റിയ പറ്റ് 2017 പിണറായി വിജയൻ സർക്കാരിന് പറ്റില്ല എന്ന് സാരം. 1957 EMS സർക്കാരിനെതിരെ സമരമുയർത്തിക്കൊണ്ടുവന്ന് ആ സമരത്തിനെതിരെ പോലീസ് നടപടി ഉണ്ടായപ്പോൾ അത് ക്രമസമാധാന തകർച്ചയായി ചൂണ്ടിക്കാട്ടിയാണല്ലോ അന്നത്തെ കേന്ദ്ര ഭരണകക്ഷിയായ കോൺഗ്രസ് 1959 EMS സർക്കാരിനെ പിരിച്ചുവിട്ടത്. ആ കളി ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനോട് നടക്കില്ല എന്നാണ് സഖാവ് പറഞ്ഞതിനർത്ഥം. 1959 അല്ല ഈ കാലഘട്ടം. ഇനി നിങ്ങൾ അങ്ങനെ പിരിച്ചുവിട്ടുവെന്ന് വിചാരിക്കുക. ഈ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ ഇപ്പോൾ അധികാരത്തിൽ വന്നത് 91 സീറ്റ് നേടിയിട്ടാണ് അധികാരത്തിൽ വന്നത്. നിങ്ങൾ അങ്ങനെ പിരിച്ചുവിട്ട്
ഒരു ഇലക്ഷൻ കേരളത്തിൽ നടത്തിയാൽ 140 സീറ്റും നേടി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരും. പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 140 സീറ്റ് നേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിൽ വരിക എന്നാൽ കേരളം കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുന്നു എന്നാണ് അർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിപ്ലവ ബഹുജന പ്രസ്ഥാനമാണ്. നിലവിലുള്ള ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ മാറ്റി പകരം ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത്. അത്തരമൊരു വ്യവസ്ഥ രൂപം കൊള്ളുമ്പോൾ മാത്രമാണ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നിരക്ഷരതയും എല്ലാം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന വ്യക്തമായ ലക്ഷ്യബോധമാണ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ആവേശപൂർവ്വം അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ആ ആവേശം വോട്ടായി മാറി അതുകൊണ്ട് 140 സീറ്റ് വാങ്ങി അധികാരത്തിൽ വന്ന് വ്യവസ്ഥിതി മാറ്റിമറിക്കുമ്പോഴേക്ക് നേരം ഇത്തിരി പിടിക്കുമല്ലോ. അതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ വ്യവസ്ഥിതിയിൽ എന്തു നടക്കുമെന്ന് നോക്കാം. അപ്പോൾ നിലവിലുള്ള വ്യവസ്ഥിതി, അതിനെക്കുറിച്ച് ഏറെയൊന്നും പറയേണ്ടതില്ലല്ലോ. ഇന്ന് നമ്മൾ നടത്തുന്നതെല്ലാം തന്നെ പണം വഴിയുള്ള ഇടപാടുകളാണ്. ഇതിന് പകരം എല്ലാവരും കാർഡ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എത്ര ആളുടെ കയ്യിൽ ഇപ്പോൾ ഈ സംവിധാനമുണ്ട്? എല്ലാ സ്ഥലത്തും ഇതിപ്പോൾ എടുക്കുമോ കാർഡ്? ലൂലു മാൾ അവിടെ പോയാൽ എല്ലാം കാർഡ് സിസ്റ്റമാണ്. അങ്ങനെയുള്ള ലൂലു മാള് പോലുള്ള മാളുകൾ, വാൾമാർട്ടിൻ്റെ മാളുകൾ, ചെറുകിട വ്യാപാര രംഗത്ത് വിദേശ വ്യാപാരം നടപ്പാക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറാനുള്ള മോദിയുടെ തീരുമാനം. ചെറുകിട വ്യാപാര രംഗത്തേക്ക് വിദേശ കുത്തകകൾ കടന്നു വരുന്നു എന്നത് മാത്രമല്ല ഇതിൻ്റെ ഫലം. അങ്ങനെ വിദേശ കോർപ്പറേറ്റുകൾ കടന്നു വരികയും അതേസമയം തന്നെ പണമിടപാടുകൾ ഡിജിറ്റലാവുകയും ചെയ്യുക എന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇന്ന് നമ്മളൊരു 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ 100 രൂപ കൊടുത്താൽ മതി. എന്നാൽ ഈ പുതിയ സാങ്കേതിക രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ കൈമാറുന്ന ഓരോ പണത്തിനും സേവന ചാർജ് ഈടാക്കപ്പെടും. 1000 രൂപയുടെ സാധനം വാങ്ങിയാൽ അതിൽ 2% സർവീസ് ചാർജായിട്ട് അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെ കാർഡ് ഉപയോഗിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് കയ്യിലേക്ക് വരാൻ പോകുന്ന പണം ഒരു വർഷം ഇപ്പോൾ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് 68,000 കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് ലഭ്യമാകും. കോർപ്പറേറ്റ് വൽക്കരണത്തിന് വേണ്ടിയാണ് ഈ നോട്ട് നിരോധിച്ചിട്ടുള്ളത്. കോർപ്പറേറ്റ് വൽക്കരണത്തിന് വേണ്ടി മാത്രമല്ല, വേറെയും ഒരു ലക്ഷ്യം അതിനുണ്ട്, ഒരു സാമ്പത്തിക ലക്ഷ്യം. 2008 അമേരിക്കയിൽ ബാങ്കുകൾ പ്രതിസന്ധിയിലായതുപോലൊരു പ്രതിസന്ധി ഇവിടെ വരാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ്, ഈ ബാങ്കുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ബാങ്കുകളിൽ പണമില്ലാതായപ്പോൾ ബാങ്കുകളിൽ പണം നിറക്കാനാണ് സാധാരണക്കാരന്റെ കൈവശമുണ്ടായിരുന്ന പണം മുഴുവൻ ബാങ്കിലേക്ക് എത്തിക്കാൻ മോദി ആവശ്യപ്പെട്ടത്. 500 രൂപയുടെയും 1000 രൂപയുടെയും പണം മുഴുവൻ നിങ്ങൾ ബാങ്കിലേക്ക് അടക്കൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്ന പണം ഇപ്പോൾ ബാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഫലമായി ബാങ്ക് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ബാങ്കിങ് മേഖലയിലുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടത് നമ്മുടെ കൃഷിക്കാരൻ്റെ കയ്യിലുള്ള പണം, ചെറുകിട കച്ചവടക്കാരൻ്റെ കൈവശം ഉണ്ടായിരുന്ന പണം, സാധാരണക്കാരായ പെൻഷൻകാരുടെ കയ്യിലുള്ള പെൻഷന്റെ ഫണ്ട്, സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളം, ഇത് ബാങ്കുകളിൽ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ബാങ്കുകളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചെടുത്ത ആ ബുദ്ധി പോലും ഇന്ത്യൻ ബുദ്ധിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നുള്ളത് 2008 അമേരിക്കയിലെ ബാങ്കിംഗ് മേഖലയിലെ തകർച്ചയ്ക്ക് ശേഷം ലോക മുതലാളിത്ത രാജ്യങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. അതാണ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ നിർദ്ദേശമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിരിക്കുന്നത്. അങ്ങനെ
അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ കറൻസിയിൽ നിന്ന് 2 എണ്ണം പിൻവലിച്ചു. ബാക്കിയുള്ളതിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം പിൻവലിക്കാനുള്ള ഒരു നിർദ്ദേശം മോദി സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അത് പക്ഷേ സാമ്രാജ്യത്വ നിർദ്ദേശമല്ല. ഗാന്ധിജിയെയും ഗാന്ധിയൻ ആശയങ്ങളെയും BJP ഭയപ്പെടുന്നു. മതസൗഹാർദ്ദത്തിന്റെ, മതേതരത്വത്തിന്റെ, മനുഷ്യത്വത്തിന്റെ മഹത്തായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗാന്ധിയൻ സന്ദേശങ്ങളെ BJP ഭയപ്പെടുന്നു. ഗാന്ധിജിയെ ഭയപ്പെടുന്നു. ഗാന്ധിയൻ സ്മരണകളെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയെ തമസ്കരിക്കാനും നാഥുറാം ഗോഡ്സെയെ പുകഴ്ത്തുവാനും ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനും BJP ഭരണകൂടം സംരക്ഷണമൊരുക്കുന്നത്, വർഗീയവാദികൾ ശ്രമിക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ കേന്ദ്രത്തിലെ മോദി സർക്കാർ മാത്രമല്ല കേട്ടോ ഗാന്ധിജിയെ പേടിക്കുന്നത്. കേരളത്തിലെ മുണ്ടുടുത്ത മോദിയുടെ സർക്കാരും അതേ ലൈനിലാണ്. വരുന്ന 30-ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ പൊതുഭരണ വകുപ്പിന്റെ സർക്കുലറിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് ജനുവരി 30 എന്നൊരു പരാമർശം പോലും നടത്തിയിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്നതിന് 2 മിനിറ്റ് മൗനം ആചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പൊതുഭരണ വകുപ്പിന്റെ സർക്കുലർ, അതിൽ മഹാത്മാ ഗാന്ധി ജനുവരി 30-ന് ക്രൂരമായി നാഥുറാം ഗോഡ്സെയാൽ വെടിയേറ്റ് മരിച്ചു വീണ ആ രക്തസാക്ഷി ദിനത്തെക്കുറിച്ച് ഒരു പരാമർശം പോലുമില്ല. വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്ന ഈ കാര്യത്തിൽ നിലവിലുള്ള സർക്കുലർ പിൻവലിച്ച് തെറ്റു തിരുത്തി ജനുവരി 30-ന്റെ ഗാന്ധി രക്തസാക്ഷി ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പ്രത്യേകമായ സർക്കുലർ പുറപ്പെടുവിക്കാൻ ഇന്നേ വരെ സംസ്ഥാന ഭരണകൂടം തയ്യാറായിട്ടില്ല. അതിനവരെ നിർബന്ധിക്കാൻ സുധീരൻജിയുടെ പാർട്ടിക്ക് കഴിയുമെന്ന് പൊളിമിക്സിന് തോന്നുന്നില്ല. മോദിയുടെയും കൊടിയേരിയുടെയും പാർട്ടികളിൽ നിന്ന് ഗാന്ധിജിയെ രക്ഷിച്ചെടുക്കാൻ ഒരു പുതിയ പാർട്ടി രൂപം കൊണ്ടിട്ടുണ്ട് എന്നത് മാത്രമാണ് ഏക ആശ്വാസം. അവരിതാ എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഗാന്ധിയൻ പാർട്ടിയുടെ ഒരു പത്രസമ്മേളനം ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മളെല്ലാം പത്രത്തിൽ കണ്ടിരുന്നു. ഗാന്ധിജിയുടെ നോട്ടിൽ നിന്ന് മാറ്റും എന്ന് BJPയുടെ മന്ത്രി, ഹരിയാനയിലെ മന്ത്രി പറയുണ്ടായി, അനിൽ വിജ് പറയുണ്ടായി. ആ പ്രസ്താവന പിൻവലിക്കണം, മാപ്പ് പറയണം. കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് ഭാരതരത്നയ്ക്ക് പോലും അർഹതയുള്ള ആളാണ്, അല്ലെ നോബൽ പുരസ്കാരത്തിന് പോലും അർഹതയുള്ള ആളാണ്. അദ്ദേഹത്തിനെ, നമ്മുടെ ഭാരതത്തിനെ ലോകം ബഹുമാനിക്കുന്നത് ഗാന്ധി എന്ന രാജ്യം എന്ന നിലയിലാണ്. അപ്പം അങ്ങനെ ഒരു വാർത്ത കണ്ടു. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. ക്ഷമിക്കണം, ആളുകളെ പരിചയപ്പെടുത്തിയില്ല. ഇവരാണ് ഇന്ത്യൻ ഗാന്ധി പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിങ്ങളോട് വന്നിരിക്കുന്നത് നമ്മുടെ ഗാന്ധിയൻ പാർട്ടിയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ് സരസമ്മ ടീച്ചറാണ്. അദ്ദേഹം കോളത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അശോകേട്ടൻ, അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനു തുടങ്ങിയ വ്യക്തികളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഗാന്ധിയൻ ആദർശങ്ങൾ നിയമമാക്കാൻ വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചേക്കാണ്. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് വേണം. തെറ്റിദ്ധരിക്കരുതേ, ഗാന്ധിയൻ ആദർശങ്ങൾ നിയമമാക്കുക എന്ന ഏകമുഖ അജണ്ട മാത്രമല്ല പാർട്ടിക്കുള്ളത്. അതിനപ്പുറം ചില ലക്ഷ്യങ്ങളുണ്ട്. ഗാന്ധിജിയുടെ കുടുംബത്തിന്, ഗാന്ധിയുടെ മക്കളായിട്ടുള്ള ഹരിലാൽ, ദേവദാസ്, രാംദാസ്, മണിലാൽ പോലുള്ള ആൾക്കാർ അർഹമായ പരിഗണന ഇപ്പോഴും നൽകിയിട്ടില്ല. രാഷ്ട്രപിതാവിന് സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവിന് സ്ഥാനം നൽകിയെങ്കിലും ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സർക്കാർ പല കാര്യങ്ങളിലും ഗാന്ധി കുടുംബത്തെ അവഗണിച്ചിരിക്കുകയാണ്. അത് കറക്റ്റ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്മുറക്കാരെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് പോലും അവർ ഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടാണല്ലോ. ഗാന്ധിയുടെ കുടുംബത്തിനെ സംരക്ഷിക്കണം. അവരുടെ കുട്ടികളെ കുടുംബം, ഈ ഹരിലാലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടൊക്കെയാണ് മരിക്കേണ്ടി വന്നത്. വളരെ നമുക്കറിയാം, കനു ഗാന്ധി നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്, മുന്നിൽ നിന്നിരുന്ന ആളാണ്. അവർക്ക് പോലും വളരെ ദയനീയമായിട്ടുള്ള
സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാണ് മരിച്ചത്. 100 പേരാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗാന്ധിയൻ പാർട്ടിയുടെ സ്ഥാപകനും ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതിപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് മുന്നിൽ നിന്നത് കനു ഗാന്ധി ആയിരുന്നു എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായി തെറ്റാവില്ല. ഗാന്ധിജിയുടെ മകനായ രാംദാസ് ഗാന്ധിയുടെ മകനായ കനു ജനിച്ചത് മുതൽ വളർന്നത് മുത്തച്ഛൻ്റെ കൂടെയാണല്ലോ. അതൊക്കെ പോട്ടെ, പുരാണം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഫലമില്ലല്ലോ. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. എന്താ നിങ്ങളുടെ പരിപാടി? ഇറോം ശർമിള ഈ വർഷം ഇന്ത്യയുടെ ഉരുക്കുവനിധിയായിട്ടുള്ള ഇറോം ശർമിള ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കുകയാണ്. അവരുടെ പാർട്ടിക്കാണ് നമ്മൾ ഗാന്ധിയൻ പാർട്ടി പ്രാവശ്യം മണിപ്പൂര് പിന്തുണ കൊടുക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പഞ്ചാബ്, ഗോവ, ഉത്തരാഖണ്ഡ് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഗാന്ധിയൻ ആദർശങ്ങളുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചത്. അതും കറക്റ്റാണ്. ഗാന്ധിയൻ ആദർശമുള്ള ആരെങ്കിലും ഇക്കാലത്ത് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വതന്ത്രന്മാരായിരിക്കാനേ വഴിയുള്ളൂ. ഇക്കാലത്തേതായാലും രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ പോഴത്തക്കാർക്ക് സീറ്റ് കൊടുക്കാൻ നിൽക്കില്ല. ഗാന്ധിജിക്ക് അർഹതയുള്ളത് കൊടുക്കാത്തവരാണ് ഇനി ഗാന്ധിയന്മാർക്ക് കൊടുക്കുന്നത്. ഗാന്ധിജിക്ക് ഈ ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിക്കണം. ഐക്യരാഷ്ട്ര സംഘടനകളും അങ്ങനെ തന്നെ നോബൽ പുരസ്കാരം നൽകി ആദരിക്കണം. സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നേതാവായിട്ടുള്ള അദ്ദേഹത്തെ ഒഴിവാക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഗാന്ധിയിൽ നിന്ന് ഒഴിവാക്കി എല്ലാത്തിലും ഗാന്ധിനെ ഉൾപ്പെടുത്തണം. അതിന് കുറച്ച് കാത്തിരിക്കണം. ഗാന്ധിയൻ പാർട്ടിയുടെ ഭരണം വരുന്നതുവരെ കാത്തിരിക്കണം. നിങ്ങളെല്ലാവർക്കും നമ്മുടെ ഗാന്ധിയൻ പാർട്ടിയുടെ ഒക്കെ ഭരണം വരുമ്പോൾ ഒരു കാലം വരും, അന്ന് നിങ്ങൾക്കൊക്കെ നിർബന്ധമായിട്ട് പെൻഷനും മെഡിക്കൽ കാർഡും A to Z സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കുമെന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിയുമ്പോഴേക്ക് വേറൊരു സംഘം ആദർശ രാഷ്ട്രീയക്കാർ വരും. ഗാന്ധിയന്മാർ കഴിഞ്ഞാൽ പിന്നെ ആദർശത്തിൻ്റെ കാര്യത്തിൽ അത്രയും വാശി നിലനിർത്തുന്ന വേറൊരൊറ്റ കൂട്ടരേ ഉള്ളൂ, ലോഹ്യയിസ്റ്റുകൾ. ഗാന്ധിജിയുടെ ശിഷ്യനും വിമർശകനുമായ ഡോക്ടർ രാം മനോഹർ ലോഹ്യയുടെ ശിഷ്യന്മാർ. അവരുടെ വംശം കുറ്റിയേറ്റിട്ടൊന്നുമില്ല, അവർ ജനതാദൾ മാളങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്. ജനതാദൾ എസിൻ്റെ, അതായത് നമ്മുടെ മാത്യു ടി തോമസിൻ്റെ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ്. വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്നുമെല്ലാം ആരോപണമുയർന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇടപെടൽ വേണ്ടി വന്നത്. എന്നാലും തെരഞ്ഞെടുപ്പ് നടന്നു കേട്ടോ.
തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. ആകെ വോട്ടർമാർ 201. വോട്ട് ചെയ്തത് 149. അമ്മദ് മാഷ് അമ്മദ് എം 12. ലോഹ്യ 135. അസാദു 2. അങ്ങനെ പഴയ ജനതാ യുവതുർക്കിയായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പേരുകൊണ്ടും ലോഹ്യായിസ്റ്റായ ലോഹ്യ ജനതാദൾ എസിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിശ്വാസം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിൽ നയിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യത നിറവേറ്റുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നെ സഹായിച്ച മുഴുവൻ പാർട്ടി സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും ചിരിക്കുകയായിരിക്കുമെന്ന് പൊളിമിക്സിനറിയാം, സോഷ്യലിസ്റ്റുകൾക്കും അതറിയാം. ജനാധിപത്യത്തിൻ്റെ അർത്ഥമറിയാത്തവരെല്ലാം ചിരിക്കും. എന്നാൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നമാണെങ്കിൽ, നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നമാണെങ്കിൽ, ജനമധ്യത്തിൽ വെച്ച് പാർട്ടി എക്സിക്യൂട്ടീവുകൾ കൂടണം എന്ന് പഠിപ്പിച്ച ഡോക്ടർ രാമമനോഹർ ലോഹിയയുടെ ശിഷ്യന്മാർക്ക് ഇതൊന്നും കളിയല്ല, തമാശയുമല്ല. ആ കടുത്ത രാഷ്ട്രീയക്കാരെ നമിച്ചുകൊണ്ട് കളിതമാശകൾ ഇവിടെ നിർത്തുകയാണ്. അഭിവാദ്യങ്ങൾ.